ഈ സുന്ദരന്റെ പേരാണ് തേജ. പക്ഷെ ഇവന്റെ പേരിലുള്ള സൗന്ദര്യം ഇപ്പോഴും എന്റെ മുഖത്ത് കാണുന്നില്ല അല്ലേ? കാണില്ല. എന്തുകൊണ്ടെന്നാൽ ഇനി 10 മിനിറ്റിനുള്ളിൽ അവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ ചോദ്യം ചോദിക്കാൻ വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അത് ഞാൻ തന്നെയാ. എന്റെ പേരാണ് ചണ്ടി. തേജയുടെ കോളേജ് കാലത്ത് ഞാനായിരുന്നു അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത്രയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ സീനൊന്ന് കാണ്, എല്ലാം മനസ്സിലാവും. ഓക്കേ? ഈ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലെ എല്ലാ സുഖദുഃഖങ്ങളെയും പൂർത്തീകരിച്ച് അവിടുത്തെ തൃപാദങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളിതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് മോക്ഷം നൽകണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോനെ ചണ്ടി, ഇപ്പോൾ ചെയ്യേണ്ടത് പെട്ടിയുടെ കൂടെ ഫോട്ടോയും അടക്കം ചെയ്യുന്നത് നന്നായിരിക്കും. എന്തിനാ ഫാദർ? അങ്ങനെ ചെയ്യാതിരുന്നാൽ മരിച്ചുപോയ ആളുടെ ആത്മാവ് പ്രേതാത്മാവും സോംബിയുമായി തീരാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾക്ക് പ്രേതങ്ങളെ അറിയാം, ആത്മാക്കളെ അറിയാം. ഇതെന്താ സോംബി? ഇത് ലേറ്റസ്റ്റ് സാധനമാണ്. KFC ചിക്കൻ പോലെ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇതിന് ഇംഗ്ലീഷിൽ സോംബി എന്ന് പറയും. പ്രേതം വേറെ, തലയ്ക്ക് വട്ടുപിടിക്കുന്നത് വേറെ, ശവത്തിന് ഭ്രാന്താകുന്നതും വേറെ. ഇങ്ങനെ ശവത്തിന് പ്രേതം പിടിച്ചാൽ നമ്മുടെ സമുദായത്തിലേക്ക് നേരിട്ടിങ്ങ് പോരും. അതുകൊണ്ടാണ് ഇതിനെ സോംബി എന്ന് പറയുന്നത്. അല്ല, ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ മരിക്കുമ്പോഴാണ് പ്രേതമായി മാറുന്നത്. അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ സോംബിയായി മാറിയിരിക്കും. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. സമയം കളയാതെ പറഞ്ഞത് ചെയ്യൂ. 1 മിനിറ്റ് ഫാദർ. എന്താ ഇത്? വൺ ഫോട്ടോ പ്ലീസ്. ഇപ്പോൾ ഇത് അത്യാവശ്യമാണോ? താങ്ക് യു. താങ്ക് യു ഫാദർ. ആദ്യം തന്നെ ഈ സഭയിലെത്തിയിരിക്കുന്ന എല്ലാ ഭക്തന്മാരെയും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. ഹെവൻ ട്രാവൽസ് ആരംഭിച്ചിട്ട് വളരെ കുറച്ച് ദിവസത്തിൽ തന്നെ എത്രയോ ശവങ്ങൾക്കിടയിൽ ഈ 100ാമത്തെ ശവം കൂടി അടക്കം ചെയ്യാൻ പറ്റിയതിൽ ഞാൻ എല്ലാവരോടും എന്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ 1000 ശവങ്ങൾ വരെ ഞങ്ങൾ ഇങ്ങനെ അടക്കുമെന്നും ഇനിയും ഞങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും ഡയറക്റ്റ് ആയിട്ട് ഹൈവേ റൂട്ടിലൂടെ തന്നെ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ആ സ്വീറ്റ് ബോക്സ് എടുത്ത് സിനു. ഫാദർ, സ്വീറ്റ് എടുത്തോ ഫാദർ. മകനെ, പരിശുദ്ധാത്മാവിനിക്ക് ധാരാളം ഷുഗറിന്റെ അസുഖം. അങ്ങനെയാണെങ്കിൽ തിരിച്ചു തന്നെ കേട്ടോ. മോനെ, ഈ ബോക്സിന്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചാ മതി. രോഗം വന്നിട്ട് തന്നെ കൊതി മാറിയില്ല അല്ലേ? എടുത്തോളൂ സാർ. ബാലൻസ്. എന്ത് ബാലൻസ്? എന്നോട് ഇളയരാജയുടെ മ്യൂസിക് ആണെന്ന് പറഞ്ഞ് ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് വിട്ടല്ലേ? അങ്ങനെയല്ല സാർ, അതിലും ഇളയരാജ മ്യൂസിക് തന്നെയല്ലേ ഉള്ളത്. നിങ്ങൾക്ക് ഇമോഷൻ വേണോ അതോ മ്യൂസിക് വേണോ? എന്റെ കണ്ണീന്നല്ലാതെ ഇവിടെ ആരുടെങ്കിലും കണ്ണീന്ന് കണ്ണീര് വരുന്നുണ്ടോ എന്ന് നോക്ക്. അതെങ്ങനെയാ സാർ നിങ്ങളുടെ ഭാര്യ മരിച്ച അവരുടെ കണ്ണിൽ കണ്ണീര് വരുന്നത്? അതാ ഞാൻ പറഞ്ഞു വന്നേ. പേയ്മെന്റ് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ? നിങ്ങളുടെ മരിച്ച ശേഷം തരാം. ചേട്ടാ അറ്റൻഡ് ചെയ്യടാ. ഹലോ, വെൽക്കം ടു ഹെവൻ ട്രാവൽസ്. ആരാ മരിച്ചുപോയത്? ആരും ചത്തിട്ടില്ല. ആരും മരിച്ചില്ലെന്നോ? പിന്നെ ഞങ്ങൾ എന്തിനാ നീ വിളിച്ചത്? ഞങ്ങൾ ഇനിയും അഡ്വാൻസ് ബുക്കിംഗ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല മോനെ. അതെ, ഇവിടുത്തെ കിളവി ചാകാൻ വേണ്ടി കിടക്കുവാ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു മരിപ്പുണ്ടായപ്പോഴേ നിങ്ങളല്ലേ ഒന്ന് ചടങ്ങൊക്കെ നടത്തിയത്. അന്നൊരു 1+ ഓഫർ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ടോ? അത് 1+ ഓഫർ അത് കഴിഞ്ഞ മാസം തന്നെ തീർന്നു പോയടാ മോനെ. അയ്യോ, ഇനിയിപ്പോ എന്നാ ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മുത്തശ്ശി അടുത്ത മാസം മരിക്കുന്ന പോലെ ഒന്ന് റെഡിയാക്ക്. ഒരു 2+ ഓഫർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതില് പിക്കപ്പും ഡ്രോപ്പും വരെ ഫ്രീയാ. അയ്യോ, ഈ കിളവി ഇന്നോ നാളെ പറഞ്ഞ് വലിച്ചു നിൽക്കുക. അപ്പൊ അടുത്ത മാസം വരെ എങ്ങനെയാ? അതിനും ഒരു ഓഫർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്വത്തൊക്കെ ഒരുപാടുള്ള കൂട്ടരാണോ? അത്യാവശ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ, എന്റെ ബഡ്ജറ്റിൽ ഒരു ആശുപത്രി ഉണ്ട്. നിങ്ങളുടെ മുത്തശ്ശി ഇന്ന് തന്നെ അവരെ അഡ്മിറ്റ് ചെയ്തേക്ക്. അടുത്ത മാസം മരിക്കുന്ന പോലെ അവർ റെഡി ആയിക്കോളും. സൂപ്പർ. ഒരുപാട് താങ്ക് യു. വെച്ചേക്ക് മോനെ. ഇതുപോലുള്ള കസ്റ്റമേഴ്സ് ഉള്ളിടത്തോളം നമ്മുടെ ബിസിനസ് പൊളിക്കൂടാ. ചേട്ടാ, ഇത്രയും ഫോട്ടോസ് എന്തിനാ? അതൊന്നും ഇല്ലടാ. നമ്മുടെ ഹെവൻ ട്രാവൽസ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തിയ ശേഷം ഈ നൊബേൽ പ്രൈസും പിന്നെ ഈ ഓസ്കാർ പ്രൈസും ഒക്കെ നമുക്ക് കിട്ടുമല്ലോടാ. അപ്പൊ നമ്മള് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ എഴുതുമല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രൂഫ് വേണ്ടടാ. അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു എവിഡൻസ് വേണം. ഓട്ടോ ബയോഗ്രഫി. സാർ ചേഞ്ച് അല്ലെങ്കിൽ ലൈഫിൽ മൊത്തം ചേഞ്ചസ്. ആ ചില്ലറ താൻ തന്നെ വെച്ചു. ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ. ഇവിടെ എന്താ
നിങ്ങൾ ചാവാൻ പോവാണോ? അതെ. സ്വർണ്ണ ചെയിനല്ലേ? ആടോ, അതിനെന്താ? നിങ്ങളുടെ ഗോൾഡ് ചെയിൻ എനിക്ക് തന്നിട്ട് പോയാലേ നിങ്ങൾ ചാവുന്നതിന് അർത്ഥമുണ്ടാവും, എനിക്ക് ജീവിക്കാനൊരു അർത്ഥമുണ്ടാവും. ഇങ്ങനെയും പിച്ചക്കാരെ കൊണ്ടോടും. ഞാൻ കുറച്ച് ബെറ്റർ ആയിട്ടാ. ചിലമാര് കൊന്നിട്ടൊക്കെ എടുത്തോണ്ട് പോവും, മനസ്സിലായില്ലേ? ഇൻ കേസ് ഞാൻ ചാകാതെ വീട്ടിലേക്ക് എത്തിയെന്ന് വിചാരിക്കും. എന്നെ ഭാര്യനെ കൊന്നുകളയോടാ. വേണേ നീ എന്നെ കൊന്നിട്ട് എടുത്തോണ്ട് പോയിക്കോ. ഡീൽ ഓക്കെ ഏട്ടാ. പോവാ. നമുക്ക് പോവാം. എന്താ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് എപ്പോ മരിക്കണമെന്നൊക്കെ എനിക്കറിയാം. എനിക്കൊരു ചാൻസ് ആയേട്ടാ. ഒരു ചാൻസ് എനിക്ക്. ചാവാൻ വേണ്ടിട്ടാണോ രാവിലെ ഇറങ്ങിയിരിക്കുന്നത്? ഒന്ന് ഇടിച്ചിട്ട് പോയിക്കോട്ടോ. നീ എന്തിനാ എന്നെ പുറകെ തള്ളിവിട്ട്? നിങ്ങൾ എന്നെ ചത്തില്ലേട്ടാ? നീക്ക് എന്തൊരു മനുഷ്യനാണ്. ഇത്തവണ ഒരിക്കലും മിസ്സാവില്ല. കൈ വിടാൻ നിന്ന്. ഈ കുടിയന്മാരൊക്കെ എന്റെ കാറുമേ തന്നെയാണല്ലോ ദൈവമേ വന്നു കയറുന്നത്. നിനക്കൊന്നും വിവരമില്ലടാ. സോറി, അറിയാതെ പറ്റിയത്. ഏയ് തേജ, അളിയ നീയാ? നീ എങ്ങനെയാടാ ഇവിടെ എത്തിയേ? നീ ഇനി ചത്തില്ലേ? ആദ്യം ഒന്ന് സംസാരിക്കട്ടാ. നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഇവനേതാടാ? ആരാന്നറിയില്ല, കുറച്ചേരോട് പുറകെ ഉണ്ട്. എന്താടാ? കൊണ്ടോ. താങ്ക്സ് ഏട്ടാ. അയ്യോ, വന്ന് വണ്ടി കയറടാ. ആര് ഞാനോ? ഫോട്ടോഗ്രാഫർ. എന്നെ ഫോട്ടോ എടുക്കാതെ വഴി കിടക്കുന്നതിനാണോ ഫോട്ടോ എടുക്കുന്നത്? വന്ന് കേറടാ. നിർത്തടാ. നിർത്താനാടാ പറഞ്ഞേ. നിർത്തടാ. നിർത്താൻ. എന്നാലും ഞാൻ നിന്നെ ഈ അവസ്ഥ കാണാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. കോളേജ് കാലത്ത് നീ ഷോർട്ട് ഫിലിമിലൊക്കെ കോമഡി ഹീറോ ആയിട്ട് തിളങ്ങിയായിരുന്നില്ലേ? ഇപ്പോഴെന്താടാ മോർച്ചറിയിൽ ശവം കണ്ട പുതിയ ഡോക്ടറെ പോലെ കിടന്ന് കരയുന്നേ? അയ്യോ, അത് ശരി. നീ ഇപ്പൊ എന്താ, എവിടെയാ, എന്താ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നേ? അല്ല, നീ റോഡിൽ എന്തിനാ റാമ്പ് വാക്ക് ചെയ്ത്? റാമ്പ് വാക്കൊന്നും അല്ലളിയാ, സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാളിയാ. നീ പണ്ടോട്ടെ ഒരു നിഷ്കളങ്കനാടാ. എന്ത് ചെയ്യാനാളിയാ? ഈ കാര്യം എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിക്കാതെ അങ്ങനെ ജീവിച്ചു പോയാളിയാ. ഇടം നിർത്താൻ. രണ്ട് പെഗ് വെച്ച് കൊടുത്താ അവനെല്ലാം പറഞ്ഞു തീർത്തോളൂ. ആ കുടിക്കേ. ഓക്കെ, നിനക്കൊരു മാറ്റമില്ല. നീ പഴയ പോലെ തന്നെ ഒറ്റയടിക്ക് തീർക്കുമല്ലേ? ആത്മഹത്യ ചെയ്യാൻ എന്താ കാരണം? അതൊരു വലിയ കഥയാളിയാ. ഓ, അതൊരു വലിയ കഥയാണോ? ഫുള്ളായിട്ട് പറഞ്ഞാൽ ലേഖായിപ്പോ. എനിക്ക് സിമ്പിളായിട്ട് ഇലക്ട്രിക് മെഷീനിൽ ശവം വെച്ച പോലെ ഇരിക്കണം. വെച്ചപ്പോ തന്നെ ചാമ്പലായിട്ട് കൈ കിട്ടുന്ന പോലെ. സ്റ്റാർട്ട്, തുടങ്ങിയോ? നിനക്ക് നമ്മുടെ കോളേജ് ഡേയ്സ് ഓർമ്മയുണ്ട്? കോളേജ് ഡേയ്സ്? എനിക്ക് എങ്ങനെയാടാ ഓർമ്മയില്ലാണ്ടിരിക്കുക? ആ നാളുകളില് എസ്പെഷ്യലി ആ ഷീല മാഡം, ആ ചുവന്ന ചുണ്ടുകൾ, പിന്നെ ആ ചുവന്ന ചുണ്ടിലിടുന്ന സ്ട്രോബെറി ലിപ്സ്റ്റിക്ക്, പിന്നെ അവരുടെ ഭംഗിയുള്ള ശബ്ദം, പിന്നെ വളരെ ഭംഗിയുള്ള അവരുടെ അരക്കെട്ട്. അവര് നടന്നു വരുന്ന കണ്ട ഒരു സണ്ണി ലിയോൺ വരുന്ന പോലെ ഉണ്ടല്ലടാ. എന്തൊക്കെയാണ് പറയുന്നത്? ലൈബ്രറിയിൽ വെച്ച് അവര് ചെരുപ്പ് വരെ മോത്തടിച്ചല്ലേ? അപ്പൊ ഷീല മാം സണ്ണി ഇടിയോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ സണ്ണി ലിയോൺ എന്നൊക്കെ? നീ ഒന്നും വേണ്ടാണ്ടിരുന്നേ. ഇപ്പൊ അതൊക്കെ എടുത്തു വരേണ്ട കാര്യമുണ്ടോ? മാറ്ററിലോട്ട് വാടാ. നീ എടുത്തേ. ഫ്ലാഷ് ബാക്കിലേക്ക് നോക്കിയേ. കണ്ടില്ലേ? താമരപ്പൂ പോലത്തെ കണ്ണുകൾ, 1000 വീണകൾ ഒന്നിച്ച് വായിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം, പൂർണ്ണചന്ദ്രനെ പോലെ നല്ല ഭംഗിയുള്ള ചിരി, മാർബിളിൽ കുത്തിയ ശില്പം പോലെ ഒരു രൂപം. എന്താടാ, നിനക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ലേ? മൂടി ശരിയില്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും കവിത പറഞ്ഞോണ്ടിരിക്കും. അതെന്റെ ക്യാരക്ടറിന്റെ കുഴപ്പമില്ലേ? വേറെ വഴിയൊന്നുമില്ലേ? ശരി, എന്നാ പറ. സാർ, ഫ്രെയിമിന്റെ ഉള്ളിൽ സിംഗിൾ കളർ മാത്രമല്ലല്ലോ, ബജറ്റിന്റെ പ്രോബ്ലം ആണോ? നിനക്കിത് അറിയണം നിർബന്ധമാണോ? എന്താ, നിനക്കിത് പ്രൊഡ്യൂസ് ചെയ്യണോ? ശവപ്പെട്ടിക്കായിട്ട് വരുന്നവനല്ലേ നീ? വായടച്ചിട്ട് കേക്കടാ. That is called our point of view. When you are not educated, education is a must educated. Watch there. അവളെ നിനക്ക് ഓർമ്മയുണ്ടോ? എന്താ ഓർമ്മയില്ലാത്ത? നല്ല ഓർമ്മയുണ്ട്. കോളേജിൽ 3 വർഷം നീ അവളുടെ പിന്നാലെയല്ലേ കറങ്ങി. നിന്റെ കൂടെ 4 വർഷം ഞാനും ചുറ്റി. അതോടെ എന്റെ പഠിത്തവും പോയി. ഇപ്പൊ നാശമായിട്ട് ഇരിക്കുക. ഒരുപക്ഷെ അവള് വേണ്ടെന്ന് പറഞ്ഞോണ്ടാണോ നീ ആത്മഹത്യ ചെയ്യാൻ പോയത്? ഇല്ലടാ, അവൾക്ക് ലവ് ലെറ്റർ കൊടുക്കാൻ പോയതോ?